മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കണം. ഹദീസുകൾ കേൾക്കുമ്പോ മുഅ്മിനീങ്ങളുടെ ഈമാൻ വർദ്ധിക്കണം. ഇത് ലോകത്ത് വെറുതെ വിളിച്ചു പറഞ്ഞൊരു നേതാവല്ല. ഇത് മിത്തുകളിലോ ലെജൻഡുകളിലോ ഏതെങ്കിലും ഐതിഹ്യങ്ങളിൽ ജീവിച്ചു പോയ ഒരാളല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ലോകത്തിന്റെ ഗുരു, അർ-റഹ്മത്തുൽ മുഹ്ദാ, ലോകത്തിന് അല്ലാഹു കാരുണ്യമായി നൽകിയ പുണ്യ റസൂൽ, മനുഷ്യന് ലോകാവസാനത്ത് ജീവിക്കാൻ പോകുന്ന മനുഷ്യന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നരകമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും സിറാത്തുണ്ടെന്നും മീസാനുണ്ടെന്നും തതായുറുസ് സുഹഫ്, മനുഷ്യന്റെ കൈകളിൽ കിതാബ് നൽകപ്പെടുന്ന ഒരു ലോകം വരാനുണ്ടെന്നും 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച അതേ നാവുകൊണ്ട് പറഞ്ഞ ഹദീസുകളാണ് 21-ാം നൂറ്റാണ്ടിലെ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റിനെയും ഫോണിനെയും സാറ്റലൈറ്റ് ഡിഷുകളെയും പ്രതിപാദിക്കുന്നത് അതേ നാവുകൊണ്ട്. മുഅ്മിൻ എന്താ മനസ്സിലാക്കേണ്ടത്? കുട്ടിക്കളിയല്ല മരണമെന്ന് പറഞ്ഞത്, കുട്ടിക്കളിയല്ല മരണത്തിന് ശേഷം ഖബറിലെ അദാബ് എന്ന് പറഞ്ഞത്, തമാശയല്ല മഹ്ശറ എന്ന് പറയുന്നത്, തമാശയല്ല ഹിസാബും മീസാനും, തമാശയല്ല അല്ലാഹുവിന്റെ നരകവും സ്വർഗവും. അൽ ജന്നതു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ വൽ ഹിസാബു ഹഖ്ഖുൻ വസ്സിറാത്തു ഹഖ്ഖുൻ എല്ലാം വൽ മീസാനു ഹഖ്ഖുൻ, ഇതെല്ലാം ഹഖാണെന്ന് ഈ ഹദീസുകൾ മനസ്സിലായിട്ടെങ്കിലും 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിം എന്ന് മനസ്സിലാക്കട്ടെ. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നില്ലേ? കേവലം ഒരു മനുഷ്യന്റെ വചനമായിരുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്ന പോലെ ഏതൊക്കെയോ ചില പ്രൊഫസീസ്, എന്തൊക്കെയോ റാൻഡം പ്രൊഫസീസ്, പ്രവചനങ്ങൾ പറഞ്ഞു പോയ നബിയാണെന്ന് മഅദല്ലാഹ് എന്റെ റസൂലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കട്ടെ, 21-ാം നൂറ്റാണ്ട് വരുന്നത് 1400 കൊല്ലം ഹബീബ് ലോകത്തോട് യാത്ര പറഞ്ഞതിന്റെ ശേഷമാണ്. ഇവിടെ നടക്കാൻ പോകുന്ന സംഗതികൾ ഒരു 100 നൂറ്റാണ്ടിനപ്പുറത്തേക്ക് പ്രവചിക്കാൻ പറ്റാത്ത മനുഷ്യൻ എങ്ങനെയാണ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ഹിദായത്തിന്റെ വഴി കാണിച്ചു തരാൻ വന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നൽകുന്ന വിവരമല്ലായിരുന്നുവെങ്കിൽ, ഇത് ലോകത്തിന്റെ സട്ടാവ് പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ പറയുമായിരുന്നു? മദ്യപിക്കപ്പെടുന്നത്, മദ്യപാനം വർദ്ധിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഹറാമുകൾ കടന്നുകൂടിയാൽ, കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഇത്രയുള്ള വിഷയം. ഏതൊരു ശരീരമാണോ, ഏതൊരു മാംസമാണോ ഹറാമിൽ നിന്ന് നറിഷ്മെന്റ് കിട്ടിയത്, ഹറാമിൽ നിന്ന് പോഷണം സിദ്ധിച്ചത്, ഹറാമിൽ നിന്ന് തഗ്ദിയത്ത് ലഭിച്ചത് ഏത് തടിക്കാണോ, ഏത് മാംസത്തിനാണോ, ആ മാംസം പോകാൻ കടപ്പെട്ടത് അല്ലാഹുവിന്റെ സ്വർഗമല്ല കേട്ടോ. ആ മാംസം പോകാൻ കടപ്പെട്ടത് ഫന്നാർ, നരകമാണ്, കത്തിയാളുന്ന തീയാണ്. ആ തടിക്ക് പോകാൻ പറ്റുന്ന ഇടം അല്ലാഹുവിന്റെ സ്വർഗമല്ല കേട്ടോ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ആൽക്കഹോൾ 0.00 സംതിങ് ഉള്ള ബീർ കുടിക്കുന്ന മുസ്ലിമെ, നിന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത് ഹറാമിന്റെ അംശമാണ്. ഇതല്ലേ ഫിഖ്ഹിന്റെ മസ്അല. ഏതൊരു സാധനം ധാരാളം കുടിച്ചാൽ മസ്ത് വരുമോ, അത് കുറച്ചു കുടിക്കലും ഹറാമല്ലേ? മദ്യപിക്കാത്തവരെവിടെ കിട്ടുന്നു? മദ്യപിക്കാത്ത ചെറുപ്പക്കാരെ കിട്ടാനുണ്ടോ? ന്യൂ ഇയർ ആഘോഷം വരുമ്പോഴേക്കും കള്ളുകൾ പൊട്ടിക്കുന്നില്ലേ? വിവാഹത്തിന്റെ തലേന്നും പിറ്റേന്നും പുതിയാപ്പിള ഇറങ്ങുന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ നാമം ചൊല്ലി സവ്വജ്തുക വഅൻകഹതുക, അള്ളാഹു പറഞ്ഞ പോലെ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ, അള്ളാഹ് പറഞ്ഞ പോലെ എന്റെ പൊന്നാര മോളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നു എന്ന് ബിസ്മിയും സ്വലാത്തും ഹംദും ചൊല്ലി ചെയ്യുന്ന നിക്കാഹിന്റെ ചടങ്ങിനോട് ബന്ധിപ്പിച്ചിട്ട് പോലും മദ്യത്തിന്റെ കുപ്പികൾ വിളമ്പാതെ മുസ്ലിം കുടുംബങ്ങളിൽ കല്യാണം നടക്കില്ലെങ്കിൽ മുസ്ലിമേ പോകുന്ന പോക്കെങ്ങോട്ടാണ്? കണ്ണ് കാണുന്നില്ലേ? ചെവി നിനക്ക് കേൾക്കുന്നില്ലേ? ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നുണ്ടോ നടക്കാൻ 2 കാലും, പിടിക്കാൻ 2 കൈകളും, കാണാൻ മനുഷ്യൻ കണ്ടുപിടിച്ച സർവമാന ക്യാമറകളെയും വെല്ലുന്ന മനുഷ്യന്റെ എത്ര ഡൈമെൻഷൻ എന്നാ പറയാ?
6 ഡൈമെൻഷൻ എന്നോ 10 ഡൈമെൻഷൻ എന്ന് പറയാൻ പറ്റുന്ന മനുഷ്യന്റെ കണ്ണുകൾ, വഅലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ, 2 ചുണ്ടും നാവും 2 കണ്ണുകളും നിനക്ക് തന്ന പടച്ചവൻ. അഫഹസിബതും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചിന്തിക്കാനുള്ള ബ്രെയിന്, തലച്ചോറ്, ഇതെല്ലാം അല്ലാഹു മനുഷ്യനെ നൽകിയിട്ട് നിങ്ങളെ കന്നുകാലികളെ പടച്ച പോലെ മേയാൻ വിട്ടതാണെന്ന് തോന്നുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നാളെ എന്റെ മുമ്പിലേക്ക് തിരിച്ചു വരില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തൊരു ഗൗരവമുള്ള ചോദ്യമാണിത്. ഫഹസിബതും, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെയൊക്കെ ഒരു കാരണവുമില്ലാതെ വെറുതെ ചോറ് വെച്ച് ഭക്ഷണം കഴിച്ച് തിന്ന് മുടിച്ച് നടക്കാൻ വെറുതെ പറഞ്ഞു വിട്ടതാണെന്നും, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ nothing going to happen, അല്ലേ, ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന ഭാവത്തിൽ വെറുതെ ജീവിക്കാനാണോ അല്ലാഹു ഈ തലച്ചോറ് തന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്? അല്ല കേട്ടോ. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, തിരിച്ചു വരില്ല എന്നിങ്ങനെ തോന്നുന്നുണ്ടോ? അല്ലാഹു ചോദിക്കുകയാണ്. തിരിച്ചു വരാനിരിക്കുകയാണ്. എന്റെ മുമ്പിലേക്ക് നിങ്ങൾ വരണം, എന്റെ മുമ്പിലേക്ക്